നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീണപ്പോൾ സംസ്ഥാനം മറ്റൊരു റെക്കോർഡ് കൂടി കുറിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷവേളയിൽ റെക്കോർഡ് മദ്യവിൽപ്പനയാണ് ഉണ്ടായത്. 3 ദിവസത്തിനകം കൊണ്ട് വെയർഹൌസ് വിൽപ്പന ഉൾപ്പെടെ മൊത്തം 230.47 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റത്. കഴിഞ്ഞ വർഷം 210.35 കോടി രൂപയുടെ മദ്യമാണ് ഈ ദിവസങ്ങളിൽ വിറ്റത്. വെബ്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം 154.77 കോടി രൂപയുടെ മദ്യമാണ് ഇത്തവണ വിറ്റത്. ക്രിസ്തുമസ് തലേന്നായ ഞായറാഴ്ച ഔട്ട്ലെറ്റ് വഴി മാത്രം 70.73 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം ക്രിസ്തുമസ് തലേന്ന് 69.55 കോടി രൂപയുടെ മദ്യമായിരുന്നു വിറ്റിരുന്നത്. 22 മുതൽ 24 വരെ മദ്യവിൽപ്പന കണക്കിലും ഇത്തവണത്തെ വർധനയുണ്ട്. ഡിസംബർ 22-ന് 75.70 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഈ വർഷം നടന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 22-ന് 65.39 കോടി രൂപയുടെ മദ്യമായിരുന്നു വിറ്റിരുന്നത്. ഡിസംബർ 23-ന് ഈ വർഷം 84.04 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസം തന്നെ 75.41 കോടി രൂപയുടെ മദ്യം മാത്രമായിരുന്നു വിറ്റത്. ക്രിസ്തുമസ് തലേന്ന് റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിലായിരുന്നു. 63.85 ലക്ഷം രൂപയുടെ മദ്യമാണ് ചാലക്കുടിയിൽ വിറ്റത്. ചങ്ങനാശ്ശേരി വെബ്കോ ഔട്ട്ലെറ്റ് ആണ് മദ്യവിൽപ്പനയിൽ 2ാം സ്ഥാനത്തെത്തിയത്. 62.87 കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. 3ാം സ്ഥാനം ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിനാണ്. 62.31 കോടി രൂപയുടെ മദ്യമാണ് ഇരിങ്ങാലക്കുടയിൽ വിറ്റത്. ഇത്തവണത്തെ ഓണം മദ്യവിൽപ്പനയുടെ കാര്യത്തിലും പതിവ് തെറ്റായിരുന്നില്ല. ഓണക്കാലത്ത് റെക്കോർഡ് മദ്യവിൽപ്പനയുമായിട്ട് വെബ്കോ ആയിരുന്നു. ഓണക്കാലങ്ങളിൽ 21 മുതൽ 30 വരെയുള്ള കാലയളവിൽ 759 കോടി രൂപയുടെ മദ്യം വിറ്റു. സർക്കാരിന് 675 കോടി രൂപ നികുതിയായി ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഓണവിൽപ്പന 700 കോടി രൂപയായിരുന്നു. 8.5% അധിക വർധനയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ഉത്രാട ദിനത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. 6 ലക്ഷം പേർ ഉത്രാട ദിവസം വെബ്കോ ഔട്ട്ലെറ്റ് എത്തി. ഉത്രാട ദിവസത്തിലെ മാത്രം വിൽപ്പന 121 കോടി രൂപയാണ്. 4 കോടിയുടെ വർധനയാണ് ഉണ്ടായത്. ഓഗസ്റ്റ് മാസത്തിൽ 1799 കോടി രൂപയുടെ മദ്യം വിറ്റു. 2022 ആഗസ്റ്റിൽ 1522 കോടിയുടെ മദ്യമാണ് വിറ്റത്. ഏറ്റവും കൂടുതൽ വിറ്റത് ജവാൻ റമ്മാണ്. 70,000 കേസ് ജവാൻ റം വിറ്റു. ഏറ്റവും കൂടുതൽ വിൽപ്പന തിരൂർ ഔട്ട്ലെറ്റിലായിരുന്നു. 2ാം സ്ഥാനത്ത് ഇരിങ്ങാലക്കുടയ്ക്കായിരുന്നു. അന്ന് ഓണക്കാലത്ത് മദ്യക്കച്ചവടം പൊടിപിടിക്കാൻ നിർദ്ദേശങ്ങൾ വെബ്കോ നൽകിയിരുന്നു. ജനപ്രിയ ബ്രാൻഡുകൾ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ഒപ്പം തന്നെ ബ്രാൻഡ് നിർബന്ധമില്ലാത്തവർക്ക് ജവാൻ തന്നെ നൽകണമെന്നും MD പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. നിർദ്ദേശങ്ങൾ ലംഘിച്ച നഷ്ടം വരുത്തുന്ന ജീവനക്കാർക്ക് ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്ന ലക്ഷ്യം ഇട്ടുകൊണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷമായിരുന്നു സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ മദ്യവിൽപ്പനയിൽ ഫെബ്രുവരി 1 മുതൽ ഒരു കുപ്പി മദ്യത്തിന് 10 രൂപ മുതൽ 90 രൂപ വരെയാണ് വില വർദ്ധിച്ചത്. മദ്യ കമ്പനികളുടെ ആവശ്യപ്രകാരമാണ് വില വർദ്ധിപ്പിച്ചത്. കൂടാഞ്ഞ് ഒരു കുപ്പിക്ക് 40 രൂപ വർദ്ധിക്കുമ്പോൾ 35 രൂപ സർക്കാരിനും 4 രൂപ മദ്യ വിതരണ കമ്പനികൾക്കും 1 രൂപ കോർപ്പറേഷനും അധിക വരുമാനമായി ലഭിച്ചിരുന്നു. കോവിഡ് സെസ് ഒഴിവാക്കാനായി തീരുമാനിച്ചതിനാൽ വില ഓഗസ്റ്റോടെ കുറഞ്ഞേക്കുമെന്നായിരുന്നു അധികൃതർ അന്ന് പറഞ്ഞിരുന്നത്. വിദേശ നിർമ്മാതാക്കളിൽ നിന്നും 100 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു കുപ്പിയിൽ നികുതിയും മറ്റു ചിലവുകളും വരുമ്പോൾ ചില്ലറ വിൽപ്പന 1170 രൂപയാകും. ഇതിൽ 100 രൂപ മദ്യ നിർമ്മാതാക്കൾക്കും 1049 രൂപ സർക്കാരിനുമായിരുന്നു ലഭിച്ചിരുന്നത്. 7% മദ്യ വില വർധന വരുമ്പോൾ ചില്ലറ വിൽപ്പന 1252 രൂപയാക്കിയിരുന്നു. ഇത്രയും വില ഉയർന്നിട്ടും റെക്കോർഡ് മദ്യവിൽപ്പനയാണ് ക്രിസ്മസിന് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്നു.